മുല്ലപ്പെരിയാർ പുതിയ മേൽനോട്ട സമിതി എന്ന തീരുമാനം സംസ്ഥാനത്തിന് ആശ്വാസകരമെന്ന് ഇടുക്കി MP ഡീൻ കുര്യാക്കോസ്. കേരളത്തിന്റെ വർഷങ്ങൾ ആയുള്ള ആവശ്യമാണ് അംഗീകരിക്കപ്പെട്ടത്. വിഷയത്തിൽ ഒരു റീ ഓപ്പണിംഗ് ഉണ്ടാകുന്നതോടെ സംസ്ഥാന സർക്കാരിനും ഇടപെടാൻ അവസരമുണ്ടാകും. പുതിയ അണക്കെട്ട് എന്ന കേരളത്തിന്റെ ആവശ്യത്തിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷയെന്നും MP കട്ടപ്പനയിൽ പറഞ്ഞു. പെരിയാർ ഉൾപ്പെടെ ഇന്ന് സൂപ്പർവൈസറി കമ്മിറ്റിയുടെ അധീനതയിലാണ്. ആ സൂപ്പർവൈസറി കമ്മിറ്റിയുടെ മുഴുവൻ അധികാരങ്ങളും നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റി ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ ഒരു വാർത്തയാണ്. എന്തുകൊണ്ടെന്നാൽ സൂപ്പർവൈസറി കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ഏകപക്ഷീയമായ നിലപാട് നമുക്ക് എതിരായി ഉണ്ടാകുമ്പോൾ നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഇതാദ്യമായി സുപ്രീം കോടതിയുടെ പരിധിയിൽ നിന്നും പുറത്തേക്ക് വന്നുകൊണ്ട് ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു നിയമത്തിന് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു കമ്മിറ്റിയുടെ അണ്ടറിലേക്ക് വരികയാണ്. അപ്പോൾ നമുക്ക് കേരളത്തിന് ഒരു റീ ഓപ്പണിംഗ് ഈ മുല്ലപ്പെരിയാർ വിഷയത്തിൽ കിട്ടിയാൽ നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ മുമ്പിൽ ഒരു വിഷയം വരുമ്പോൾ ഇപ്പോൾ തന്നെ ഘടനാപരമായി കേരളത്തിന്റെ ഒരു പ്രതിനിധിയും തമിഴ്നാടിന്റെ ഒരു പ്രതിനിധിയും അക്കാര്യത്തിൽ ഉണ്ടാവും.